ഹലോ ഡിയേഴ്സ്, നൂർ ഐലൻഡ് ബട്ടർഫ്ലൈ ഗാർഡൻ ഷാർജയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കണ്ട അവിടത്തേക്കുള്ള എൻട്രൻസ് പോലും നമുക്ക് നല്ലൊരു വൈബ് തരുന്നൊരു രീതിയിലാണ്. കാരണം വെള്ളത്തിന് നടക്കുക ഒരു ചെറിയൊരു ദ്വീപിൽ ബട്ടർഫ്ലൈ ഗാർഡൻ ഒരുക്കിയിരിക്കുകയാണ്. നിറച്ച് ഗ്രീനറിയും നിറച്ച് നല്ല കണ്ണിന് കുളിർമയിടുന്ന കാഴ്ചകളാണ് അവിടെ ഉള്ളത്. ആ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ബിൽഡിംഗ് തന്നെ നോക്കും, നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബട്ടർഫ്ലൈസ് അധികം ഒന്നും അവിടെ ആക്ച്വലി ഉണ്ടായിരുന്നില്ല. മുൻപ് പോകുന്ന സമയത്ത് നിറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പേരിന് 1-2 വെറൈറ്റീസ്, അതും കുറച്ച് എണ്ണം ഉണ്ടായുള്ളൂ. എന്നാലും അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഗ്രീനറിയും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് അവർ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും. പക്ഷെ അതിന് പുറത്തുള്ള ഏരിയ ആണ് കുറച്ചും കൂടി നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ വെയിൽ എന്നൊരു സംഭവം അതിൻ്റെ ഉള്ളിൽ നമുക്ക് അനുഭവപ്പെടില്ല. കാരണം ചുറ്റും മരങ്ങളും ചെടികളും ചുറ്റിച്ചെടികളും അതുപോലെ തന്നെ ആ പാത്തിലൂടെ വുഡൻ പാത്തിലൂടെ നമുക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കാറ്റ്, നല്ല ഒരു വൈബാണ്. നമ്മുടെ കേരളത്തിൻ്റെ പറമ്പിലൂടെ അല്ലെങ്കിൽ ചെറിയ കാടിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന ആ ഒരു പ്രതീതിയാണ് നമുക്ക് അവിടെ. പിന്നെ ഒരുപാട് നല്ല ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്, ഷൂട്ടിങ് നമുക്ക് പറ്റിയോടെ ചെറിയൊരു വ്ളോഗ് കാര്യങ്ങൾ അതുപോലെ തന്നെ റീൽസ് എല്ലാത്തിനും പറ്റിയൊരു നല്ല ആംബിയൻസ് ആണ് അവിടെ കേട്ടോ. എന്തായാലും ഒരു ചെറിയ ഈവനിങ്ങിൽ പിള്ളേരൊക്കെ കൊണ്ടുപോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണത്. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ കാഴ്ച അങ്ങോട്ടായിരുന്നു. നമ്മുടെ തൊടിയിലുണ്ടാവുന്ന കൈത, കൊങ്ങിണിപ്പൂവ് എല്ലാം ഉണ്ട്. നല്ല രസമായിരുന്നു. എന്തായാലും ഹാപ്പി എല്ലാവരും പോയി എൻജോയ് ചെയ്യുക. ബൈ.